അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മരിക്കാതിരിക്കുക എന്നുള്ളത്. നമുക്ക് മരിക്കുന്നത് ആരെന്ത് പറഞ്ഞാലും നമുക്ക് മരിക്കുന്നത് ഇഷ്ടമാവില്ല. എല്ലാവരും പറയുമായിരിക്കും മരിക്കണമല്ലോ, എന്തായാലും മരിക്കുമല്ലോ എന്നൊക്കെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം തന്നെയാണ്. നമ്മൾ പോകുന്നത് ഓർത്തിട്ടല്ല, നമ്മളെ പിന്നിലുള്ളവർ അയ്യോ എന്തായിത്തീരും, അവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമുക്കൊരു ഭയം ഉണ്ടാവുക. അങ്ങനെയല്ലേ? അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എന്നും അലട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന ആയുസ്സിൽ നിന്നും കുറച്ച് കാലം കൂടി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ദുആ ചെയ്യാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു സൂറത്ത് ഓതുകയും അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചും പറയാനാണ് ഇന്ന് പോകുന്നത്. അപ്പം നമ്മൾ എന്നും എന്നും ഓതുന്ന ഒരു സൂറത്തായിരിക്കും, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം എന്താണെന്ന് അറിയാതെ ആയിരിക്കും ഓതുന്നത്. അതിനു മുമ്പ് ഇതൊന്നും ഓതാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കൂടി പറയാം. അപ്പം നമുക്ക് ഇതൊന്നും ഓതാതെ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പരിചരിക്കുന്ന ആ ഒരു രീതി, നാം അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ആവശ്യപ്പെടാതെ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ എന്നും സന്തോഷിപ്പിക്കുക, അവരെ നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പടച്ച റബ്ബ് ദീർഘായുസ്സിട്ട് തരും. അപ്പം നമ്മൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ആയുസ്സ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്, നമ്മളെ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് ഖുർആനികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം എല്ലാവരും ഓതുന്നൊരു സൂറത്തായിരിക്കും സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്ന സൂറത്ത്. അപ്പം എല്ലാവർക്കും അറിയുള്ള ഒരു പരിചയമുള്ളൊരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഈ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുകയാണെങ്കിൽ നമുക്ക് ദീർഘായുസ്സ് തരുകയും അതുപോലെ തന്നെ മാരക രോഗത്തെ തൊട്ട് കാവലുള്ള ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ പതിവാക്കുക എന്നുള്ളത്. അതോടൊപ്പം ഈ ഒരു സൂറത്തുർ റഹ്മാൻ മന്ത്രിച്ച് ഊതിയ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ്. നമുക്ക് ആരോഗ്യമാണ് ഫസ്റ്റ് ആവശ്യമുള്ളത്. അപ്പം ആയതിനാൽ തന്നെ നമ്മളെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി, നമുക്ക് മാരകമായ രോഗം വരാതിരിക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് പറയുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ അയ്യു യാ അല്ലാ എന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഈ ഒരു ഇസ്മ് നമ്മൾ 3,00,000 തവണ ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാരകമായ രോഗത്തിൽ നിന്നും കാവലുണ്ടാവുന്നതാണ്. അതുപോലെ ഒരു മനുഷ്യൻ ദിവസവും 70 തവണ ഈ ഒരു ദിക്റ് യാ അയ്യു യാ അല്ലാ എന്ന ഒരു ഇസ്മ് ചൊല്ലുകയാണെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് വിളിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ യാ അയ്യു യാ അല്ലാ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. യാ അയ്യു യാ അല്ലാ എന്നതിൻ്റെ അർത്ഥം വരുന്നത് എന്നെന്നും ജീവിക്കുന്നവനെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്രയും മഹത്താക്കപ്പെട്ട ഒരു ഇസ്മാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക. നാം മരിക്കുകയില്ല എന്നല്ല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സ് നീട്ടിത്തരും എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കാണുകയാണെങ്കിൽ ഇതൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ളവരാണ് കഷ്ടപ്പെടുക, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.